ഉത്തരം തെറ്റിപ്പോയാൽ വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബൈബിളിൻ്റെ ചോദ്യങ്ങളിലേക്ക്, ഉത്തരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ 92 കാലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. ബൈബിൾ ബ്രെയിൻസിൻ്റെ പ്രഥമ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പത്തനാപുരത്ത് നിന്നും പാസ്റ്റർ മോഹൻ ചെറിയാൻ അവറുകളാണ്. ബൈബിൾ ബ്രെയിൻസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ദാസൻ പത്തനാപുരം സ്വദേശിയാണോ അതോ പത്തനാപുരത്ത് മറ്റെവിടെ നിന്നെങ്കിലും? സ്വദേശി, കുളത്തൂപ്പുഴയിൽ നിന്ന്. എത്ര വർഷമായി മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു? 35 വർഷത്തോളം. ഇപ്പൊ ഏത് പ്രസ്ഥാനവുമായിട്ട് ചേർന്ന്? ഇപ്പോൾ 25 വർഷമായിട്ട് IPC. 25 വർഷമായി IPC-യുമായിട്ട് ചേർന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പാസ്റ്റർക്ക് ഒരു ധാരണയുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച്, നമ്മുടെ ചോദ്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം ഞാൻ നൽകിയ. മുഴുവൻ 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ 4 ചോദ്യങ്ങൾ ജനറലായി ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു സേഫ് സോണിലെത്താം. 1000 രൂപയുമായി ഈ മത്സരം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ സേഫ് സോണ് 8ാമത്തെ ചോദ്യമാണ്. ആ 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, ശരി ഉത്തരം പറഞ്ഞാൽ 3000 രൂപയാണ് ലഭിക്കുന്നത്. അവിടെ മത്സരം അവസാനിപ്പിച്ചാൽ ആ 3000 രൂപയായിട്ട് മടങ്ങിപ്പോകാം. അടുത്തത് 11ാമത്തെ ചോദ്യത്തിലെത്തുമ്പോൾ 6000 രൂപയിൽ നമുക്ക് ആ മത്സരം അവസാനിപ്പിക്കാം. ആ മത്സരം അവസാനിപ്പിച്ചാൽ 6000 രൂപയുമായി മടങ്ങിപ്പോകാം, എല്ലാത്തിനും ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രം. ഒടുവിൽ 10,000 രൂപയാണ്. 12ാമത്തെ ചോദ്യം ശരി ഉത്തരം പറഞ്ഞാൽ 10,000 രൂപയാണ് ലഭിക്കുന്നത്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 6000-ൽ നിന്ന് 3000-ലേക്ക് അത് മാറും. ഇതിനിടയ്ക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം പറയാൻ ഏത് ഭാഗം, പുതിയ നിയമമോ പഴയ നിയമമോ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് മിഷൻ ഹിസ്റ്ററിയിൽ നിന്നോ ലോക മതങ്ങളിൽ നിന്നോ ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ പലവിധമായ ഓപ്ഷനിലൂടെയാണ് ഈ 12 ചോദ്യം കടന്നു പോകുന്നത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ
ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ടെൻഷൻ തോന്നുന്നുണ്ടോ? ഇല്ല ടെൻഷൻ തോന്നുന്നില്ല. ടെൻഷനൊന്നുമില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ശ്രമിക്കാം. ഏത് വിശ്വാസത്തിൽ നിന്ന്, ഏത് മാർഗത്തിൽ നിന്നാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് വരാനുണ്ടായത്? CSI പശ്ചാത്തലത്തിൽ. CSI പശ്ചാത്തലത്തിൽ നിന്ന്. അപ്പോൾ CSI സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അതോ? CSI സഭയിൽ ആ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അതിൻ്റെ ഒരു യുവജന പ്രസ്ഥാനമുണ്ട്, യൂത്ത് മൂവ്മെന്റ് എന്ന് പറയും. അതിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തന്നെ CSIയിലെ സഹപ്രവർത്തകനായിരുന്നു 91-92 കാലഘട്ടത്തിൽ. 91-92 കാലം. മുമ്പിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് പോകും. അപ്പോൾ 500 രൂപയുടെ ആദ്യത്തെ ചോദ്യം, ഈ സ്ക്രീനിൽ ചോദ്യങ്ങളും അതിൻ്റെ 4 ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതിനകത്ത് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ ചോദ്യം, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ, യേശു സാത്താനോട്. ഓപ്ഷൻ ബി, യേശു യോഹന്നാനോട്. ഓപ്ഷൻ സി, യേശു പത്രോസിനോട്. ഓപ്ഷൻ ഡി, യേശു ഹെരോദാവിനോട്. ഓപ്ഷൻ സി, യേശു പത്രോസിനോട്. ഓപ്ഷൻ സി, യേശു പത്രോസിനോട്. ഉറപ്പിക്കാമല്ലോ? മറ്റൊരു യേശു സാത്താനോട് പറഞ്ഞതാണ് എന്ന ഒരു ആലോചനയില്ലല്ലോ. 1 മിനിറ്റ് ആണ്, അതിന് ഉത്തരം ചിന്തിച്ച് പറയാവുന്നതാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ സി, യേശു പത്രോസിനോട് എന്ന ഉത്തരം പാസ്റ്റർ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി ഉറപ്പാണ്. സാത്താനോട് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ വിട്ടു പോയെന്ന് സാത്താനോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ ആ പരീക്ഷയുടെ, പ്രഥമ പരീക്ഷയുടെ സമയത്ത് സാത്താൻ 4 തവണ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും പറയുന്നുണ്ടല്ലോ, ഇടർച്ചയാകുന്നു എന്ന് പത്രോസിനോടാണ് പറഞ്ഞത്. ഉറപ്പാണ്. നമുക്ക് ആ ചോദ്യം പരിശോധിക്കാം. ഈ ഓപ്ഷൻ സി, ആ ഉത്തരം ശരിയാണോ? കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. ഒന്നാമത്തെ ഉത്തരം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. 500 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. നിങ്ങൾക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന, ഞാൻ ഒരു വ്യക്തിയോ സ്ഥലമോ അല്ല. എന്നാൽ യോശുവ ഇസ്രായേൽ മക്കൾക്ക് ചട്ടവും പ്രമാണങ്ങളും നിശ്ചയിച്ചപ്പോൾ ഞാൻ അവിടെയുണ്ട്. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. 700 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം, ഇതിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ, ലേയ. ഓപ്ഷൻ ബി, റിബേക്ക. ഓപ്ഷൻ സി, റാഹേൽ. ഓപ്ഷൻ ഡി, സാറ. ഇവരിൽ ആരാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ചത്? ഓപ്ഷൻ ബി, റിബേക്ക. ഓപ്ഷൻ ബി, റിബേക്ക. ഉറപ്പാണ്? റിബേക്ക എന്ന ഉത്തരം. ലേയയ്ക്ക് നിരവധി മക്കളുണ്ടായിരുന്നു. റാഹേലിന് ഉറപ്പിക്കാം, റിബേക്ക തന്നെയാണ്. ഓപ്ഷൻ ബി, റിബേക്ക. ഉത്തരം ഉറപ്പിക്കാം. റിബേക്കയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കർത്താവിന്റെ ദാസന് എത്ര കുഞ്ഞുങ്ങളുണ്ട്? അവര് എന്തൊക്കെ ചെയ്യുന്നു? എനിക്ക് 2 മക്കളാണ്. മൂത്തയാള് ബയോമെഡിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ കല്ലിശ്ശേരി KM ശ്രീയാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇളയാള് മകളാണ് വെല്ലൂർ CMCയിൽ BSc നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ജോലിക്ക് പ്രവേശിച്ചു. 2 പേരും അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജോലി മേഖലയിലേക്ക് കടന്നു. അപ്പം സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ തിടുക്കങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, റിബേക്ക, ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓപ്ഷൻ ബി, റിബേക്ക, ഉത്തരം ശരിയാണ്. ഇവരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് റിബേക്കയാണ്. ഇനി 900 രൂപയുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 900 രൂപയുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടെൻഷനൊന്നും തോന്നുന്നില്ല ഉത്തരം പറഞ്ഞപ്പോൾ. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഭാഷക്ക്. അപ്പോൾ ബൈബിളിൽ ഇത്രയധികം ഓർമ്മയും, ഈ പ്രായത്തിൽ ഇത്രയധികം ഓർമ്മയും അറിവുമൊക്കെ വരാനുള്ള ഒരു കാരണം എന്താണെന്നാണ് ചിന്തിക്കുന്നത്? ബൈബിൾ തുടർമാനമായിട്ട് വായിക്കും. വായിക്കാറുണ്ട്. ഇങ്ങനെ ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ
ഓൺലൈനായിട്ടുള്ളതൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് സമ്മാനമൊക്കെ ലഭിച്ച ഏതെങ്കിലും മത്സരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചിലതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. സമ്മാനമൊക്കെ. അപ്പൊ ഇന്നും സമ്മാനം കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 900 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തത് ആരൊക്കെ? ഓപ്ഷൻ എ ഊരിയാവും ബത്ശേബയും, ഓപ്ഷൻ ബി നബാലും അബീഗയിലും, ഓപ്ഷൻ സി മനോഹയും പെനിന്നയും, ഓപ്ഷൻ ഡി മോശയും സിപ്പോറയും. ഇവരിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തത് ആരൊക്കെ? ഓപ്ഷൻ സി മനോഹ പെനീന. ഓപ്ഷൻ സി മനോഹ പെനിന്ന. ഉത്തരം ഉറപ്പിക്കാം, സംശയമൊന്നുമില്ല. ഇല്ല, ഇവിടെ മോശയും സിപ്പോറയും തമ്മിൽ സംശയമൊന്നുമില്ല. ഭാര്യയും ഭർത്താവുമാണ്, ഊരിയാവും ബത്ശേബയും. ഉറപ്പാണ്. ഓപ്ഷൻ സി മനോഹ ആൻഡ് പെനിന്ന ഉത്തരം കർത്താവിന്റെ ദാസൻ ഉറപ്പിച്ചിരിക്കുകയാണ്. എവിടെങ്കിലും സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത്. അബീഗയിലിനെ പിന്നീട് ദാവീദ് ഭാര്യയായിട്ട് എടുത്തിരുന്നു. ആ വഴിയിലൊന്നും സംശയമൊന്നുമില്ല. ഊരിയാവിൽ ബത്ശേബയും ദാവീദ് ഭാര്യയായിട്ട് എടുത്തിരുന്നു. അവിടെയും ആലോചനയും ചിന്തയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി മനോഹ ആൻഡ് പെനിന്ന. ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി മനോഹയും പെനിന്നയുമാണ് ഇതിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തത്. കർത്താവിന്റെ ദാസന്റെ ഉത്തരം ശരിയാണ്. 900 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 1000 രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ഇനി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ മത്സരം അവസാനിപ്പിക്കാം, 1000 രൂപയായിട്ട് മടങ്ങിപ്പോകാം. അതല്ല, ഇവിടെ ഒന്ന് തുടരുകയാണെങ്കിൽ പോലും 1000 രൂപ ഇപ്പോൾ സേഫാണ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ സേഫാണ്. 1000 രൂപയായിട്ട് മുന്നോട്ട് തിരിച്ചു പോകാവുന്നതാണ്. ഇനി ഉത്തരം എവിടെയെങ്കിലുമൊക്കെ പിഴവ് സംഭവിച്ചാൽ, ഉത്തരം പിഴവ് സംഭവിക്കില്ല എന്നൊരു ഉറപ്പിപ്പോൾ വന്നതുപോലെ തോന്നുന്നു. ചെറിയൊരു പ്രതീക്ഷ, ഒരു വെളിച്ചം മുഖത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. പക്ഷപാതക്കാരനെ 4 ആൾ ചേർന്ന് ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഗലീല, ഓപ്ഷൻ ബി കഫർനഹൂം, ഓപ്ഷൻ സി ബദാന്യ, ഓപ്ഷൻ ഡി യെരുശലേം. 40 സെക്കൻഡ് സമയം അവശേഷിക്കുന്നുണ്ട്. ചിന്തിച്ച് ഉത്തരം തിരഞ്ഞെടുക്കാം. ഗലീല, കഫർനഹൂം, ബദാന്യ, യെരുശലേം. ഓപ്ഷൻ ബി കഫർനഹൂം. ഓപ്ഷൻ ബി കഫർനഹൂം ഉറപ്പിക്കാം. ഓപ്ഷൻ ബി കഫർനഹൂം. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഗലീലയും പ്രദേശങ്ങളുമായിരുന്നു. ഗലീലയിലും നസ്രേത്തിലും കാനാവിലും ഒക്കെ ആയിരുന്നു. പിന്നീട് യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ ഒരു പാർട്ട് യെരുശലേമിലായിരുന്നു. അത് യെരുശലേമും ബഥാനിയൊക്കെ അടങ്ങുന്ന ഭാഗമാണ്. അപ്പൊ ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയത് യഹൂദയിൽ വെച്ചാണോ ഗലീല പ്രദേശത്ത് വെച്ചാണോ? ഗലീല പ്രദേശത്ത് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കഫർനഹൂം. അപ്പൊ ഗലീല പാർട്ടിൽ ഉൾപ്പെടുന്നതാണോ കഫർനഹൂം? ഗലീലയും കഫർനഹൂമും നസ്രേത്തും ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു. നസ്രേത്തിലാകാം, കഫർനഹൂമിലാകാം, കാനാവിലാകാം, നിരവധി സ്ഥലങ്ങളുണ്ട്. ബഥാനിയയിലും യെരുശലേമിലൊക്കെ യേശു നിരന്തരമായി ശുശ്രൂഷിക്കുകയും അത്ഭുതം ചെയ്യുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. സംശയമൊന്നുമില്ല. കഫർനഹൂം തന്നെ ഉത്തരം ഉറപ്പിക്കുകയാണ്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി കഫർനഹൂം ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി കഫർനഹൂം ഉത്തരം ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. പേടിക്കേണ്ട, 1000 രൂപ കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിലും 1000 രൂപയുണ്ട്. ഈ 1000 രൂപയായിട്ട് ഇനി മുമ്പോട്ട് തെറ്റിപ്പോയാലും ഇനി ടെൻഷൻ അടിക്കേണ്ട. 1000 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സമാധാനം തോന്നുന്നുണ്ടോ? ചെറിയ രീതിയിൽ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി മുമ്പോട്ട് തെറ്റിപ്പോയാലും ഭയപ്പെടേണ്ട. 1000 രൂപയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചു പോകാവുന്നതാണ്. അപ്പം രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ട് ഇതുപോലെ തന്നെ 4 ചോദ്യങ്ങളാണ്. ആ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയിൽ വന്നെത്തിയാണ് തുക അവസാനിക്കുന്നത്.
ആ 4 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ആ 3000 രൂപയുമായിട്ട് അവിടെ നിർത്തുകയാണെങ്കിൽ, മത്സരം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മടങ്ങിപ്പോകാം. അപ്പം നമ്മൾ ഈ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയിൽ 35 വർഷത്തെ ദീർഘവർഷത്തെ പരിചയമാണ് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസനുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ യുവതലമുറ ബൈബിൾ വായിക്കുന്നതിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട്? ഇപ്പൊ പഴയ ആളുകൾ മാത്രമാണോ ബൈബിൾ വായനയിൽ ഇങ്ങനെ താല്പര്യം കാണിക്കുന്നത്, അതോ പുതിയ തലമുറയ്ക്ക് ബൈബിൾ വായനയിൽ താല്പര്യമുണ്ടോ? എന്താണ് പാസ്റ്റർ ഒരു വീക്ഷണം ഈ ദീർഘകാല ശുശ്രൂഷയിൽ? ബൈബിൾ വായനയിൽ പൊതുവെ എല്ലാ വിശ്വാസികളും പുറകിലാണ്. ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാവരും കുറവാണ്. പ്രായമുള്ളവരിലും ബൈബിൾ പ്രമാണമായിട്ടുള്ള വായന കുറവാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ IPCയിൽ 8ാമത്തെ സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. 8ാമത്തെ സഭയിൽ. അതിനുമുമ്പ് ഇതൊരു മറ്റു പ്രസ്ഥാനത്തിലായിരുന്നു. അപ്പം നമ്മുടെ ശുശ്രൂഷ നമുക്കറിയാൻ സാധിക്കുമല്ലോ, ആൾക്കാരുടെ പ്രതികരണം നിമിത്തം അവർക്ക് എത്രത്തോളം ബൈബിൾ വായനയിൽ താല്പര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. നിരന്തരമായിട്ട് ബൈബിൾ വായിക്കുന്ന ആളുകൾ സഭയിൽ പൊതുവെ കുറവാണ്. ഈ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഞായറാഴ്ച മാത്രം ബൈബിൾ എടുത്ത് സങ്കീർത്തനത്തിൽ മാത്രം സാക്ഷ്യം പറയുന്ന ആളുകളുള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിലപ്പുറത്തേക്കെങ്കിലും വായിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ സഭകളിലൊക്കെ ആണെങ്കിൽ കൂടെ നമ്മളൊരു ക്വിസ് മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചാൽ അതില് വിജയികളാകുന്ന യൗവനക്കാർ തീർത്തും കുറവാണ്. നമുക്ക് ബൈബിൾ ജ്ഞാനം വളരെ കുറവാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിലൂടെ ബൈബിൾ വായിക്കാൻ നമ്മുടെ വിശ്വാസികൾക്കും പുറമേ ഉള്ളവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുക. ബൈബിൾ വായിക്കുന്നതിലൂടെ മാത്രമേ കൂടുതൽ കർത്താവിനെ അറിയാൻ കഴിയൂ, കൂടുതൽ ജ്ഞാനം ബൈബിൾ സംബന്ധമായിട്ട് സമ്പാദിക്കാൻ കഴിയൂ. അതാണ് ഞങ്ങളുടെ ഒരു താല്പര്യവും ആഗ്രഹവുമൊക്കെ. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ വളരെ നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. മുമ്പോട്ടും ഉത്തരം പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് തിരഞ്ഞെടുക്കാം ഏത് പുസ്തകവുമായിട്ടാണ്, ഏത് ഭാഗമായിട്ട് മുൻപോട്ട് പോകുന്നു? പഴയ നിയമത്തിൽ നിന്ന് ചോദിക്കണമോ പുതിയ നിയമത്തിൽ നിന്ന് ചോദിക്കണമോ? പുതിയ നിയമം. പുതിയ നിയമമാണ്. പുതിയ നിയമത്തോട് ഇത്ര താല്പര്യം തോന്നാനുള്ള കാരണം? രണ്ടിനോടും താല്പര്യമാണ്. എന്നാലും പുതിയ നിയമത്തോട് ഒരു കോൺഫിഡൻസ് പുസ്തകം കുറവുള്ളത് കൊണ്ടാണ്? അതല്ല, കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന പുതിയ നിയമം. കൂടുതൽ മനസ്സിലാക്കാൻ രണ്ടും ഒരേപോലെ വായിക്കാറുണ്ട്, രണ്ടും ഒരേപോലെ പഠിക്കാറുണ്ട്, രണ്ടിന്നും പ്രസംഗിക്കാറുണ്ട്. എന്നാലും ലേഖന ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യം വരുമ്പോൾ കുറച്ച് ടഫാകാൻ സാധ്യതയില്ലേ? പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലേഖനം മനസ്സിലാക്കാൻ പാടാണെന്ന്. ഇത് ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിലോ? സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ 2ാമത്തെ റൗണ്ടിൽ പുതിയ നിയമത്തിൽ നിന്ന് 4 ചോദ്യങ്ങളാണുള്ളത്. 1500 രൂപയുടെ 1ാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ നിന്ന്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ എഫെസ്യർ 3:20, ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ 4:7, ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 10:4, ഓപ്ഷൻ ഡി എഫെസ്യർ 6:10. ഈ വാക്യം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ, ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എവിടെ? ഓപ്ഷൻ ഡി എഫെസ്യർ 6:10. ഓപ്ഷൻ ഡി എഫെസ്യർ 6:10 ഉറപ്പിക്കാം. ഈ സമയമുണ്ട്, 25 സെക്കൻഡും കൂടെ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. ഉറപ്പാണ്? അപ്പോൾ ഓപ്ഷൻ ഡി എഫെസ്യർ 6:10 ഉറപ്പിക്കാം. ഈ ലേഖനങ്ങളുടെ റാണി എന്ന് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ്. സഭയെ സംബന്ധിച്ച് കൃത്യമായ സഭാശാസ്ത്രം സംബന്ധിച്ച് വിശദീകരണമൊക്കെയുള്ള. അപ്പോൾ എഫെസ്യ ലേഖനത്തെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബൈബിൾ മേഖലയിൽ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് കൂടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സേവനം അനുഷ്ഠിച്ചപ്പോൾ ഏത് മേഖലയിലായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? കൂടുതൽ ലേഖനങ്ങളായിരുന്നു. അപ്പം എഫെസ്യ ലേഖനത്തിൽ ഈ വാക്യം നമ്മൾ ഒരുപാട് പരിചിതമായിട്ടുള്ള, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അത് എഫെസ്യർ 6:10 ഉറപ്പിക്കാം, സംശയമൊന്നുമില്ല. 1500 രൂപയുടെ 5ാമത്തെ ചോദ്യം
എഫേസ്യർ 6:10 ഉത്തരം ശരിയാണോ? എഫേസ്യർ 6:10 ആ ഉത്തരം വളരെ കൃത്യമാണ്. അങ്ങനെ 5-ാമത്തെ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞ് 1500 രൂപ പ്രിയ മോഹൻ ജലിയൻ മാസ്റ്റർ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നിങ്ങൾക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. ദാവീദിന്റെ മകന്റെ മരണത്തിൽ ഞാൻ നിർണായക പങ്ക് വഹിക്കുന്നു. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ലേഖനങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഉള്ളൊരു താരതമ്യം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ആശയം, പഴയ നിയമം നമ്മൾ കൂടുതൽ പഠിപ്പിക്കുമ്പോൾ യുദ്ധങ്ങളും വാചകങ്ങളും ഒക്കെ ഒരു ജഡീക തലത്തിലുള്ളതായിരുന്നു, ഒരു പോരാട്ടമാണെങ്കിൽ പോലും. എഫേസ്യർ 6 നമ്മൾ വരുമ്പം നമുക്ക് പുതിയ നിയമസഭയുടെ പോരാട്ടത്തിന്റെ പുതിയൊരു ചിത്രമല്ലേ ലഭിക്കും. നമുക്ക് ജഡീകമല്ലാത്ത പോരാട്ടമാണെന്നുള്ള ഭാഗമൊക്കെ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ സഭാന്തരീക്ഷവും മറ്റൊരു മേഖലയിലേക്ക് നമ്മുടെ സഭയുടെ ഫോക്കസ് ഒക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ എഫേസ്യ ലേഖനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും സഭ എങ്ങനെ മുൻപോട്ട് പോകണം, എവിടെയെങ്കിലുമൊക്കെ അനിവാര്യമായ മാറ്റം നമുക്ക് വേണമെന്ന് പാസ്റ്റർ ചിന്തിക്കുന്നുണ്ടോ? പറഞ്ഞ ഈ ലേഖനങ്ങളാണ് കൂടുതൽ താല്പര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൽ എഫേസോസിലെ സഭയെ സംബന്ധിച്ച് പൗലോസ് എഴുതുമ്പോൾ കുറവുകളൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് നമ്മൾ വെളിപ്പാട് വരുമ്പോൾ കുറവ് പറയുന്നുണ്ട്. കാലാന്തരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ സഭയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങളാണല്ലോ ലേഖനങ്ങളെന്ന് പറയും. പൗലോസിനെ പറയുന്നത് ഞങ്ങളുടെ പോരാട്ടം അല്ലെങ്കിൽ ശാരീരികമല്ല, ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവ തന്നെ എന്ന് പറയും. പഴയ നിയമത്തിലെ യുദ്ധങ്ങളെല്ലാം അക്ഷരീക യുദ്ധങ്ങളാണ്. പുതിയ നിയമത്തിൽ ആത്മീയ പോരാട്ടമാണ്. അപ്പൊ ആത്മീയ പോരാട്ടത്തിൽ വിശ്വാസി ധരിക്കേണ്ടുന്ന സർവായുധ വർഗത്തെക്കുറിച്ചൊക്കെ പൗലോസ് ഈ എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ വിശദമാക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടു പോയെങ്കിൽ മാത്രമേ സഭ മുന്നേറാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. നല്ല കാഴ്ചപ്പാടിന് മുൻപോട്ട് അധികം ദൈവരാജ്യത്തിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 6-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2000 രൂപയുടെ 6-ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയാണ് ഇനി സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ 2000 രൂപയുടെ 6-ാമത്തെ ചോദ്യം. ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങുവാൻ വന്ന വ്യക്തി എങ്ങനെയാണ് ശമരിയ പട്ടണത്തിൽ ജനത്തെ ഭ്രമിപ്പിച്ചിരുന്നത്? ഓപ്ഷൻ എ ക്ഷുദ്രം ചെയ്ത്, ഓപ്ഷൻ ബി ആഭിചാരം ചെയ്ത്, ഓപ്ഷൻ സി ലക്ഷണം പറഞ്ഞ്, ഓപ്ഷൻ ഡി പ്രവചനം നടത്തി. എങ്ങനെയാണ് ജനത്തെ ശമരിയ പട്ടണത്തിൽ ഭ്രമിപ്പിച്ചത്? ഓപ്ഷൻ ബി ആഭിചാരം. ഓപ്ഷൻ ബി ആഭിചാരം. ഓപ്ഷൻ ബി ആഭിചാരം. ഉത്തരം ഉറപ്പിക്കാം. ഈ നമ്മൾ ഈ പെന്തക്കോസ്തിന്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോഴത്തെ ഒരു പ്രവണതയിൽ നിന്ന് ആഭിചാരം നമുക്ക് ഫലിക്കുമോ? പാസ്റ്റർ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ദൈവവചന വ്യവസ്ഥയിൽ നിന്നാൽ ഫലിക്കത്തില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നാൽ ഫലിക്കത്തില്ല, ആഭിചാരം നമുക്ക് ഫലിക്കത്തില്ല. ഇപ്പൊ അങ്ങനെ പലയിടങ്ങളിൽ ഇപ്പൊ ഇത് ഈ ഓപ്ഷൻ പറഞ്ഞതുപോലെ ആഭിചാരം ചെയ്ത് പേടിപ്പിച്ചില്ലെങ്കിലും പ്രവചനമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ളൊരു സാഹചര്യം ഇങ്ങനെ പ്രത്യേകിച്ച് ഇത് വരാൻ പോകുന്നു, അത് വരാൻ പോകുന്നു, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആഭിചാരം ചെയ്ത് പേടിപ്പിക്കേണ്ട. ഒരു പ്രവചനം കേട്ടാലും അത്യാവശ്യം പേടിയൊക്കെ വരും. അപ്പം ഇതാരാണ് ചെയ്തതെന്ന് പാസ്റ്റർക്ക് അറിയാം? ശിമോനാണ്. ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് ശുശ്രൂഷ ചെയ്ത കാലത്ത് പത്രോസും യോഹന്നാനും വന്ന് അവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ ആ ശക്തി എനിക്കും വേണമെന്ന് പറഞ്ഞ് പണം കൊടുത്ത് ആ ശക്തി വാങ്ങാൻ പോകുന്ന ആളാണ് ഈ ശീമോൻ. അപ്പൊ ശീമോൻ ഇതിനു മുമ്പ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് ആഭിചാരവും ക്ഷുദ്രവും ഒക്കെ. അപ്പൊ സത്യത്തിൽ ഞാൻ പറയും, ദൈവമക്കൾ ഈ ആഭിചാരത്തെയും ക്ഷുദ്രത്തെയും മന്ത്രവാദത്തെയും ക്രിയകളെയൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഈ പ്രവചനത്തിന്റെ കാര്യം പറഞ്ഞു പൗലോസ് പറഞ്ഞു 3 കാര്യങ്ങൾ യഥാർത്ഥ പ്രവചനം. ഒന്ന് ആത്മീയ വർധന,
മറ്റൊന്ന് പ്രബോധനം, പ്രബോധനം, മൂന്നാമത്തത് ആശ്വാസം. ആശ്വാസം. ഇത് 3 കാര്യങ്ങൾ ഇല്ലാത്ത പ്രവചനങ്ങൾ ശരിയായിട്ടുള്ള പ്രവചനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രബോധനവും ആശ്വാസവും ആത്മീയവർദ്ധനവുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14 വിശദീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്ത പ്രവചന പ്രവണതകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഈ ആഭിചാരത്തെ പേടിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ചെറിയൊരു മുട്ടയോ പൂവോ ഒക്കെ വഴിയിലെങ്ങാനും കിടന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന വെക്കൊണ്ടൊരു സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ മാറി. അങ്ങനെ ഒരു ഭയമുണ്ട്. സത്യത്തിൽ ക്രൂശിന്റെ ജയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ആഭിചാരവോ ക്ഷുദ്രവോ മന്ത്രവാദമോ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പാസ്റ്റർ അത് ഉറപ്പിച്ചു. ആഭിചാരം ചെയ്താണ് അദ്ദേഹം ഈ ശമരിയ പട്ടണത്തിൽ ജനത്തെ ഭ്രമിപ്പിച്ചിരുന്നത്. ആ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി, ആഭിചാരം ചെയ്താണ് ജനത്തെ ഭ്രമിപ്പിച്ചിരുന്നത്. നോക്കാം, ആ ഉത്തരം ശരിയാണ്. ശമരിയ പട്ടണത്തിൽ ശീമോൻ ആഭിചാരം ചെയ്താണ് ആ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി മുൻപോട്ട് പോകാം. 2500 രൂപയുടെ 7ാമത്തെ ചോദ്യമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫിലോമോന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പൗലോസ് പരാമർശിച്ചിരിക്കുന്ന സ്ത്രീയുടെ പേര്. ഓപ്ഷൻ എ പ്രിസ്ക, ഓപ്ഷൻ ബി ദമരിസ്, ഓപ്ഷൻ സി ബെർണിക്ക, ഓപ്ഷൻ ഡി അപ്പിയ. ഈ 4 പേരിൽ ഏത് പേരാണ് ഫിലോമോന്റെ ലേഖനത്തിൽ പൗലോസ് പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി അപ്പിയ. ഓപ്ഷൻ ഡി ഉറപ്പിക്കാം. ഉറപ്പാണ്. ഇനി 30 സെക്കൻഡ് സമയമുണ്ട്. ബാക്കി പേരുകളും കൂടെ ഒന്നുകൂടെ കണ്ണോടിച്ച് നോക്കാവുന്നതാണ്. ബെർണിക്ക, ദമരിസ്, പ്രിസ്ക. ഇല്ല, ഓപ്ഷൻ ഡി ആയിട്ട് മുന്നോട്ട് പോവാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി അപ്പിയ. കർത്താവിന്റെ ദാസന ഉത്തരം ഉറപ്പിച്ചിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? മറ്റ് ആളുകളാകാൻ സാധ്യതയില്ലേ? അപ്പിയ എന്ന് വരുന്നത് ഫിലോമോന്റെ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഈ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പൊതുവെ സ്ത്രീ പ്രാതിനിധ്യം പുതിയ നിയമ ശുശ്രൂഷകളിൽ കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പുതിയ നിയമ ശുശ്രൂഷകളിൽ ഇല്ല. പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ അധ്വാനിച്ചവരെ കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ അധ്വാനിച്ച ആളുകളുണ്ട്. നമുക്ക് പൊതുവെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്ത്രീപക്ഷത്ത് നിന്ന് അല്ലെ നമ്മുടെ സഹോദരിമാരിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് വരുന്ന ആളുകൾ വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നതെന്നൊരു വിലയിരുത്തലുണ്ടോ? അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. എന്നാലും ഉണ്ടല്ലോ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ സഹോദരിമാർ ശുശ്രൂഷയിൽ രംഗത്ത് വരുന്നുണ്ട്. അല്ല, കുറച്ചുകൂടെ കാലത്തെ വിലയിരുത്തുമ്പോൾ മേരി കോവൂറിനെ പോലെ, അന്ന കണ്ടത്തിൽ പോലെ അങ്ങനെ വളരെ ഗൗരവമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന കൺവെൻഷൻ വേദികളിലൊക്കെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന കുറേ ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു മേഖല വളരെ ഉണ്ട്, ആളുകളുണ്ട്. എന്നാലും അത്രത്തോളം പ്രചാരത്തിലെത്തിയ ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. പുതിയ ആളുകൾ ശുശ്രൂഷയിലേക്ക് വരട്ടെ, സ്ത്രീകളായിട്ടുള്ള ആളുകളും ഉപയോഗിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശോധിക്കാം. കർത്താവിന്റെ ദാസൻ നൽകിയ ഉത്തരം ഓപ്ഷൻ ഡി അപ്പിയ ശരിയാണോ? ഓപ്ഷൻ ഡി അപ്പിയ. ഫിലോമോന്റെ ലേഖനത്തിൽ പൗലോസ് പരാമർശിച്ചിരിക്കുന്ന സ്ത്രീയുടെ പേര് അപ്പിയാണ്. ആ ഉത്തരം വളരെ ശരിയാണ്. അപ്പം 7ാമത്തെ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് കർത്താവിന്റെ ദാസൻ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതൊരു സേഫ് സോണാണ്. ആ 3000 രൂപ സമ്മാനവുമായിട്ട് സമാധാനത്തോടെ, ഇനി ടെൻഷൻ അടിക്കണ്ട. മുൻപോട്ട് പോകുന്തോറും ചോദ്യത്തിന് ഒരു പക്ഷേ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. കഠിനമായേക്കാം, പരിചിതമല്ലാത്ത ചോദ്യങ്ങൾ വരാം. ഇതൊരു സേഫ് സോണാണ്. എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഉത്തരം ശരിയാണെങ്കിൽ ആ 3000-ൽ അവസാനിപ്പിക്കാവുന്നതാണ്. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. അപ്പം നമുക്ക് 8ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, 3000 രൂപയുടെ 8ാമത്തെ ചോദ്യം. പക്ഷപാതം മൂലം കിടപ്പിലായ ഐനയാസ് എന്ന മനുഷ്യനെ പത്രോസ് സൗഖ്യമാക്കിയത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ അസ്തോദിൽ വെച്ച്, ഓപ്ഷൻ ബി യോപ്പയിൽ വെച്ച്, ഓപ്ഷൻ സി
ലുദ്ദയിൽ വെച്ച്. ഓപ്ഷൻ ഡി ശമരിയിൽ വെച്ച്. എവിടെ വെച്ചാണ് പക്ഷവാതം മൂലം കിടപ്പിലായ ഐനയാസ് എന്ന മനുഷ്യനെ പത്രോസ് സൗഖ്യമാക്കി? ഓപ്ഷൻ സി ലുദ്ദ. ഓപ്ഷൻ സി ലുദ്ദ. മറ്റു ചിന്തിക്കേണ്ട. അസ്തോദ്, യോപ്പ, ശബരിയ എന്നൂടെ കണ്ണോടിക്കുന്നു. രണ്ടാമതൊരു ചിന്തയില്ല. അപ്പൊ ഓപ്ഷൻ സി ലുദ്ദ കർത്താവിന്റെ ദാസൻ ഉറപ്പിച്ചിരിക്കുകയാണ്. യോപ്പയൊക്കെ പത്രോസിന്റെ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. യോപ്പയെ വെച്ച് സംഭവിച്ചത് വേടമാൻ എന്ന പേര് ഉള്ള ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചത് യോപ്പയിൽ വെച്ചാണ്. അസ്തോദിനെ സംബന്ധിച്ച് അസ്തോദ് ഫിലിപ്പോസിനെ ദൂതൻ എടുത്തുകൊണ്ട് പോയൊരു സ്ഥലമാണ് അസ്തോദ്. ശബരിയിൽ പത്രോസ് വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഫിലിപ്പോസ് ശബരിയിൽ ശുശ്രൂഷിക്കുന്ന കാലത്ത് ശബരിയിൽ പത്രോസ് യോഹന്നാനും കൂടെ വന്ന് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ശബരിയിലാകാൻ സാധ്യതയില്ല. യോപ്പയിൽ പെൺകുട്ടി ഉയർപ്പിച്ച കൂട്ടത്തിൽ അവിടെ ഒരു പരാമർശം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ലുദ്ദ തന്നെയാണ്. കോൺഫിഡന്റ് ആണ് ഉത്തരം ശരിയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ലുദ്ദ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി ലുദ്ദ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. 3000 രൂപ സമ്മാനമായി നേടി 3000 രൂപയുടെ ഒരു സേഫ് സോണിൽ കർത്താവിന് സമർപ്പിക്കുകയാണ്. എന്താണ് തീരുമാനം? ഇനി മുമ്പോട്ട് പോകുന്നോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു? മുമ്പോട്ട് പോകാം. 3000 രൂപ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തില്ലല്ലോ. ഇല്ല, ഈ 3000 രൂപ നഷ്ടപ്പെടുത്തില്ല. അത് ജാക്ക്പോട്ട് വരെ പോയാലും ഈ 3000 രൂപ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ താല്പര്യപ്പെടുന്നു. അപ്പം ഇനി മുൻപോട്ട് പോകുമ്പോൾ അടുത്ത റൗണ്ടിന്റെ പ്രത്യേകത 3 ഓപ്ഷനാണ് 3ാമത്തെ റൗണ്ടിൽ നമുക്ക് മുൻപിലുള്ളത്. ആ 3 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആ ഓപ്ഷനിൽ നിന്ന് 3 ചോദ്യങ്ങളായിരിക്കും 3ാമത്തെ റൗണ്ടിൽ വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻസ് സ്ക്രീനിൽ ഒന്ന് കാണിക്കും. ഒന്നാമത്തേത് റിലീജിയൻ ആണ്, മതങ്ങൾ. ഈ ഇന്ത്യയിൽ ലോകത്തിൽ നിലനിൽക്കുന്ന മതങ്ങളിൽ നിന്ന്, സ്ഥാപകരിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മതങ്ങൾ, റിലീജിയൻ സംബന്ധിച്ച്. രണ്ടാമത്തേത് മിഷനറീസ് ആണ്. ഭാരതത്തിൽ വന്നിട്ടുള്ള, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ആഫ്രിക്കയിൽ, ചൈനയിൽ അടക്കമൊക്കെ കടന്നുപോയിട്ടുള്ള മിഷനറിമാരെ കുറിച്ചുള്ള, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള, പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യമായിരിക്കും മിഷനറീസ് എന്ന ചോദ്യം. അടുത്തത് മ്യൂസിക്കാണ്. അത് ക്രൈസ്തവ ഗാനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പാട്ടിൻ്റെ എഴുത്തുകാരാരാണ്, അല്ലെങ്കിൽ ഒരു ഗാനം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ സ്ക്രിപ്ചർ പോർഷൻ, അതിൻ്റെ വചനഭാഗം തിരിച്ചറിയുക, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസ്തവ ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 3 ഓപ്ഷൻ പാസ്റ്റർ മുമ്പിലുണ്ട്. റിലീജിയൻ തിരഞ്ഞെടുക്കാം, മിഷനറീസ് തിരഞ്ഞെടുക്കാം, മ്യൂസിക് തിരഞ്ഞെടുക്കാം. പാസ്റ്റർ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? മിഷനറീസ് ഉറപ്പാണ്. അപ്പൊ മിഷനറി ചരിത്രത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. വലിയ ഗ്രാഹ്യമില്ല. ഗ്രാഹ്യമില്ലാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഒരു തീരുമാനത്തിൽ? 3 മേഖലയിലും വലിയ ഗ്രാഹ്യമില്ല. അല്പമെങ്കിലും നോക്കാം. 3 മേഖലയിലും ഗ്രാഹ്യമില്ല. അപ്പം ഏകദേശം ഒരു ബോധ്യം മിഷണറിമാരിലാണുള്ളത്. ഉത്തരം പറയാമെന്ന് ചിന്തിക്കുന്നുണ്ട്. മിഷണറിമാരെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ, സംസ്ഥാനത്ത് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ളത് വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കാൾ ഉപരി മിഷണറിമാരാണ്. ബൈബിൾ ഇവിടെ കടന്നു വന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊരു പുസ്തകം വായിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വള്ളിക്കാവ് മോഹൻദാസ് എഴുതിയ മിഷണറിമാരുടെ കേരളം എന്ന് പറഞ്ഞ മനോഹരമായ പുസ്തകം വായിച്ചപ്പം പൂർവാധികം സംഭാവനകളെല്ലാം തന്നെ കേരളത്തിലെ നവോത്ഥാനവും സാമൂഹിക പശ്ചാത്തലവും വിദ്യാഭ്യാസവും ഒക്കെ മിഷണറിമാരുടെ പ്രവർത്തനം മുഖാന്തരമാണ്. അതിനു മുമ്പ് മനുഷ്യനെ വളരെ കിരാതമായി ശിക്ഷിച്ചുകൊണ്ടിരുന്ന, അവകാശമില്ലാതിരുന്നൊരു കാലത്ത് നിന്ന് ഇങ്ങനൊരു കാലത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന മിഷണറിമാരാണ്. അതിനെക്കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസന് കൃത്യമായ ബോധ്യമുണ്ട്. ചെറിയ ബോധ്യമുള്ളൂ. ചെറിയ ബോധ്യമാണെങ്കിലും ഈ റൗണ്ടിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ 3ാമത്തെ റൗണ്ട് മിഷണറിമാർ എന്ന ഓപ്ഷനാണ് കർത്താവിന്റെ ദാസൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. 3ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം: മിഷണറിമാർ ആരംഭിച്ച കേരളത്തിലെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ CMS കോളേജ്, ഓപ്ഷൻ ബി
ബ്രണ്ണൻ കോളേജ്. ഓപ്ഷൻ സി വിക്ടോറിയ കോളേജ് പാലക്കാട്. ഓപ്ഷൻ ഡി ബർഗ്മാൻ കോളേജ് ചങ്ങനാശ്ശേരി. മിഷണറിമാരെ ആരംഭിച്ച കേരളത്തിലെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ CMS കോളേജ്. ഓപ്ഷൻ എ CMS കോളേജ് ഉറപ്പിക്കുകയാണ്. സെന്റ് ബർഗ്മാൻസ് ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇതേ അറിയുള്ളൂ. ഇതേ അറിയത്തുള്ളൂ, CMS കോളേജേ അറിയത്തുള്ളൂ. ഉറപ്പിക്കുകയാണ്. 20 സെക്കൻഡ് കൂടെ ഉണ്ട്. ഉറപ്പിക്കും. ഓപ്ഷൻ എ CMS കോളേജ്. ഇപ്പൊ കേരളത്തില് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തിയ പ്രവർത്തനങ്ങൾ മിഷണറിമാരുടെ ആയിരുന്നു. വടക്കൻ മേഖലകളിലുണ്ടായിരുന്നു. വടക്കൻ മേഖലയിൽ ബേസൽ മിഷൻ ആരംഭിച്ച ഒരു കോളേജാണ് ബ്രണ്ണൻ കോളേജ്. റേറ്റ്സ് എന്നായിരുന്നു അതിന്റെ പഴയ പേര്. പിണറായി വിജയനൊക്കെ പഠിച്ചിട്ടുള്ളത് ബ്രണ്ണൻ കോളേജിലാണ്. മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് അവിടുത്തെ പാലക്കാട് വിക്ടോറിയ കോളേജും പ്രസിദ്ധമാണ്. 1872 തോന്നുന്നു സെന്റ് ബർഗ്മാൻസ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചത്. 1872. CMS കോളേജ് ആരംഭിച്ചത് അതിന് ശേഷമാണെന്നൊരു ചിന്തയില്ലേ. 1872 സെന്റ് ബർഗ്മാൻസ് കോളേജ് വന്നു ചങ്ങനാശ്ശേരിയിൽ. CMS ഉറപ്പിക്കുകയാണ്. CMS കോളേജ് എന്ന നിലവിൽ വന്ന വർഷത്തെ കുറിച്ച് 150 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 150 വർഷം കഴിഞ്ഞിട്ടുണ്ട് CMS കോളേജ് കേരളത്തിൽ വന്നിട്ട്. അപ്പൊ നമുക്ക് ഈ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ എ CMS കോളേജ്. യെസ്, ഓപ്ഷൻ എ CMS കോളേജ് ശരിയാണ്. 1819 CMS കോളേജ് ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. CMS കോളേജ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷമാണ് തിരുവിതാംകൂർ രാജവംശം വരെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പം ഇവിടുത്തെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം മിഷണറിമാരുടെ ഒരു സംഭാവനയാണ്. അങ്ങനെ ഒരു കാൽവയ്പ് തന്നെയല്ല, പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകളെ അക്ഷരം പഠിപ്പിക്കാനൊക്കെ അവകാശങ്ങളൊക്കെ നേടിക്കൊടുത്തത് മിഷണറിമാരുടെ പ്രവർത്തനമാണ്. ആ മേഖലയിൽ ഒരു ക്രിസ്ത്യാനി, ഒരു മലയാളി എന്നൊക്കെ നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ബൈബിള് നമ്മുടെ നാട്ടിൽ വന്നതാണ് ഇങ്ങനെ ഒരു മാറ്റം നിശ്ചയമായിട്ടും ഉണ്ടായത്. CMS കോളേജ് ഉത്തരം ശരിയാണ്. ആ ഉത്തരത്തോടെ 4000 രൂപയാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 5000 രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. തെറ്റിപ്പോയാൽ 3000ലേക്ക് പോകേണ്ടി വരും. ഈ ഘട്ടത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും കർത്താവിന്റെ ദാസന് മത്സരം അവസാനിപ്പിക്കാം. 3000 രൂപയായിട്ട് മടങ്ങിപ്പോകാവുന്നതാണ്. അപ്പം മുമ്പോട്ട് പോകാം. അപ്പം 5000 രൂപയുടെ 10ാമത്തെ ചോദ്യം. ഹെർമൻ ഗുണ്ടർട്ട് ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചത്? ഹെർമൻ ഗുണ്ടർട്ട് ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഓപ്ഷൻ ബി ബേസൽ മിഷൻ, ബേസൽ സുവിശേഷ ദൗത്യം. സി ക്രൈസ്റ്റ് മിഷൻ സൊസൈറ്റി, CMS ആണ്. ഡി പേർഷ്യൻ മിഷൻ. ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചത്? ഓപ്ഷൻ സി ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഓപ്ഷൻ സി ഉറപ്പിക്കുകയാണ്. സംശയമൊന്നും. ഓപ്ഷൻ സി CMS-ഉമായിട്ട് ചേർന്ന് ഹെർമൻ ഗുണ്ടർട്ട് പ്രവർത്തിച്ച ചരിത്രപരമായിട്ട് ആ ഭാഗങ്ങളെ കുറിച്ച് വായിച്ചറിവുള്ളത് കൊണ്ടാണ് ആ ഉത്തരം ഉറപ്പിച്ചത്. വായിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും അദ്ദേഹം? എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലല്ലേ തെക്കൻ കേരളത്തിലല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്. തെക്കൻ കേരളം LMS സ്കൂളുകളും LMS പ്രസ്ഥാനങ്ങളുമാണ് കൂടുതലുള്ളത്. തിരുവനന്തപുരം ഭാഗത്തല്ലേ? തിരുവനന്തപുരം, കൊല്ലം മേഖലയിലൊക്കെ LMS ആണ്. വയനാട് മേഖലയിലൊക്കെ ബേസൽ മിഷനാണ്. സംശയമൊന്നുമില്ല. ഇതാണെന്ന് തോന്നുന്നു. CMS ആണെന്ന് ഉറപ്പിക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയാൽ ആശങ്കപ്പെടേണ്ട. ഇതിനോടകം 3000 രൂപ സേഫാണ്. നമുക്ക് പരിശോധിക്കാം. 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. ഉത്തരം ശരിയാണോ?
ഓപ്ഷൻ സി ഉത്തരം തെറ്റാണ്. വടക്കൻ കേരളത്തിലാണ് ഹെർമൻ ഗുണ്ടർട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. ബേസൽ മിഷനുമായി ചേർന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. എങ്കിലും കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ റൗണ്ടുകളിലെല്ലാം വളരെ ധൈര്യത്തോടെ ആത്മാർത്ഥതയോടെ കണ്ണിലെ പുഞ്ചിരി നിലനിർത്തി വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. അത് ബൈബിൾ ചോദ്യങ്ങളിലെല്ലാം പാസ്റ്റർ വളരെ ക്ലിയർ ആയിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു ഉത്തരം പോലും രണ്ടാമതൊരിക്കൽ പോലും മാറ്റി ചിന്തിച്ചില്ല. മിഷണറി ചരിത്രം പൊതുവെ നമുക്ക് അത്രത്തോളം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടിയല്ല. പല മേഖലകളിൽ പല മിഷണറിമാരും പല മിഷൻസും ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആ ഓർമ്മയിലും ചിന്തയിലും ആശയക്കുഴപ്പങ്ങളും കൂടെ വരാം. നിരവധി മിഷണറിമാരുള്ളത് കൊണ്ട് അങ്ങനൊരു ആശയക്കുഴപ്പമാണ് ഇത്തരത്തിൽ സംഭവിച്ചു പോയത്. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിലും 3000 രൂപ സേഫ് സോണിൽ കർത്താവിൻ്റെ ദാസന് ലഭിച്ചിട്ടുണ്ട്. തീർത്തും നിരാശാജനകമായിട്ടല്ല മടങ്ങുന്നത്. 3000 രൂപയുടെ ഉത്തരം കൃത്യമായി പറഞ്ഞ് ഈ റൗണ്ട് വരെ എത്താൻ കഴിഞ്ഞതൊരു വലിയ കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ ദാസന് ദൈവം അത്രത്തോളം സഹായിച്ചല്ലോ. ഞങ്ങളുടെ ഈ ബൈബിൾ ബ്രെയിൻസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ വന്ന് മത്സരിച്ചതിന്, അതിന് ധൈര്യം കാണിച്ചതിന്, പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദീർഘദൂര യാത്ര ചെയ്താണ് തക്ക സമയത്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതിന് കടന്നു വന്നു. ബൈബിൾ ബ്രെയിൻസ് ടീമിൻ്റെ, ഗുഡ് ന്യൂസ് ടീമിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. ലഭിച്ച സമ്മാനത്തുക ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് കടന്നു വന്ന് മത്സരിച്ചത്. ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കായുള്ള ചോദ്യത്തിന്റെ അവസാന സൂചന. തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയേണ്ട ചില വസ്തുക്കളെ യാക്കോബ് കുഴിച്ചിട്ടത് എൻ്റെ ചുവട്ടിലാണ്. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.